നല്ലവനും വല്ലഭനുമായ നമ്മുടെ ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കാൽവറിയിൽ വാനത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കി ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും ആദരവും വന്ദനവും എല്ലാവർക്കും അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്നും നിങ്ങൾ നമ്മുടെ സാധാരണ സമയത്തേക്കാൾ മുൻപ് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വന്നു എന്നതിൽ സന്തോഷിക്കുകയും ഏവർക്കും പ്രത്യേകാൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെയും നമ്മുടെ സമയം ഇത് തന്നെയായിരിക്കും. തിങ്കളാഴ്ചത്തേത് എങ്ങനെയാണെന്ന് മറ്റൊരു സ്ഥലത്താണ് തിങ്കളാഴ്ച, അതുകൊണ്ട് അവിടുത്തെ സമയത്തിൻ്റെ അറിഞ്ഞിട്ട് അത് ഞാൻ അറിയിക്കാം. കർത്താവ് ഇത്രത്തോളം നമ്മോട് കരുണ ചെയ്തു, ദൈവകൃപയിൽ നമ്മെ നിലനിർത്തി, ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ നമുക്ക് നൽകി തന്നു. പിന്നെയും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് തിരിയാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അവിടെ നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞു നിർത്തിയത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിച്ചത് ശുശ്രൂഷ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തികളാൽ ദൂതന്മാരെക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അത് നമ്മൾ കണ്ടു. പിതാവായ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി. പൗലോസിന്റെ കൊലോസ് ലേഖനത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ക്രിസ്തു വെളിപ്പെട്ടു. നമ്മൾ നിര്യാതനായ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന പ്രസംഗകന്റെ ഭാഷയിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് ജീവനില്ലാത്ത പ്രതിമകൾ, ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള പ്രതിമ. കൊലോസ്യർ 1-ന്റെ 15-ാം വാക്യം ആധാരമാക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവൻ അഥവാ ക്രിസ്തു അവന്റെ അഥവാ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിമയായി ദൈവത്തിൻ്റെ മുഴുവൻ സ്വഭാവങ്ങളെയും മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ദൈവീക വെളിപ്പാട് നിമിത്തം ദൂതന്മാർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് ക്രിസ്തു വെളിപ്പെടുത്തി, ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി. അതിൽ ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായി തീർന്നു. മറ്റൊന്ന് നാം അവിടെ കണ്ടു, ഇന്നലെ ഞാനത് പറഞ്ഞില്ലെന്നാ തോന്നുന്നത്, സകലത്തെയും അവൻ മുഖാന്തരം ഉളവാക്കി സൃഷ്ടി നടത്തി. ദൂതന്മാരാരും ഒരു സൃഷ്ടിയും നടത്തിയിട്ടില്ല. യേശുക്രിസ്തു സൃഷ്ടികർത്താവ്, സ്രഷ്ടാവ് എന്ന നിലയിലും സൃഷ്ടികർമ്മത്താൽ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. മറ്റൊന്ന് നമ്മൾ കണ്ടു, അതും ഇന്നലെ പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണവൻ. സർവത്തിൻ്റെയും പരിപാലകൻ,
സംരക്ഷകൻ. സ്തോത്രം. അതും ദൂതന്മാരാരും ചെയ്യുന്നില്ല. ദൂതന്മാർ സൃഷ്ടി നടത്തിയിട്ടില്ല. സൃഷ്ടിക്കപ്പെട്ടവയെ സംരക്ഷിക്കുന്ന ദൗത്യവും അവർക്കില്ല. ആ നിലകളിലും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ക്രിസ്തുവിൻ്റെ കർമ്മം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠം ആയിരിക്കുന്നു. പിന്നീടാണ് നാം കാണുന്നത്, സ്തോത്രം, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി. വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി. സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. സകല മനുഷ്യരുടെയും പാപങ്ങളെ തൻ്റെ മേൽ ചുമന്നു. സകല മനുഷ്യരുടെയും പാപത്തിന് ക്രിസ്തു പരിഹാരം വരുത്തി. ഇതൊന്നും തന്നെ ഒരു ദൂതനെ കൊണ്ടും സാധിക്കാത്തതാണ്. ഒരു ദൂതനും ചെയ്തിട്ടുമില്ല. അവരെ കൊണ്ട് സാധ്യവുമല്ല. സ്തോത്രം. പാപപരിഹാരം വരുത്തി, മരിച്ചു, ഉയർത്തപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ കയറി. പിന്നെ നമ്മൾ കാണുന്നു, ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. സ്തോത്രം. അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് റിഡംഷൻ. മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്ന പ്രവൃത്തിയുടെ തികവാണ്. തികച്ചു. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ ബാക്കി വെച്ചിട്ടില്ല. എല്ലാം തികച്ചു. മാത്രമല്ല, ഇപ്പോഴും തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയിലൂടെ, സ്തോത്രം, താൻ നമുക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ടിരിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. സ്തോത്രം. ക്രിസ്തു ഇപ്പോഴും നമ്മുടേതിന് മാത്രമല്ല, സകല ലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തം ആകുന്നു. സ്തോത്രം. അതും ദൂതന്മാരാരും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യുവാൻ കഴിയുകയുമില്ല. സ്തോത്രം. മഹാപുരോഹിതനായിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം ദൂതന്മാർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത മഹനീയമായ, നിസ്തുലമായ ശുശ്രൂഷയാണ്. സ്തോത്രം. പിന്നെ കർത്താവ് വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നുള്ളത് തൻ്റെ ന്യായാധിപത്യത്തെയും രാജത്വത്തെയും കൂടെ കുറിക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. അങ്ങനെ ഭരണമോ ന്യായാധിപതിയായിരിക്കുവാനുള്ള അധികാരമോ ക്രിസ്തുവനല്ലാതെ ഒരു ദൂതനും നൽകപ്പെട്ടിട്ടില്ല. സ്തോത്രം. ഒരു ദൂതനും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ നിലകളിൽ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം, യേശുക്രിസ്തു സർവത്തെയും സൃഷ്ടിച്ചത്, സകലത്തെയും പരിപാലിക്കുന്നത്, ദൈവത്തെ പൂർണ്ണമായും ദേഹരൂപത്തിൽ വെളിപ്പെടുത്തിയത്, ദൈവത്തിൻ്റെ മുഴുവൻ ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ക്രൂശിൽ പാപപരിഹാരം വരുത്തിയത്, സകലത്തെയും ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റത്, ഇന്നും മഹാപുരോഹിത വൃത്തി ചെയ്യുന്നത്, ഭാവിയിലേക്ക് ക്രിസ്തു ന്യായാധിപനും രാജാവുമായി നിയുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷകൾ എല്ലാം കൊണ്ട് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന് നാം കണ്ടു. സ്തോത്രം. ഇതിലെ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ജഡധാരണവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രായശ്ചിത്ത മരണവും ഉയർത്തെഴുന്നേൽപ്പും മഹാപുരോഹിത ശുശ്രൂഷയും ന്യായാധിപത്യവും, ഇതൊക്കെ ന്യായാധിപത്യം ഉണ്ടായിരുന്നു, എന്നാൽ വിശേഷമായ നിയമനം, അവയെല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് നേരത്തെ എന്ന് വെച്ചാൽ ജഡമെടുക്കുന്നതിന് മുമ്പ് അവകാശപ്പെടുവാൻ കഴിയാതെ ഇരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ?
ക്രിസ്തു നേരത്തെ തന്നെ പ്രീ എമിനന്റ് ആയിക്കൊണ്ട്, പുരാതനനായിക്കൊണ്ട്, അനാദി മുതലുള്ളവനായിക്കൊണ്ട് സ്രഷ്ടാവായിരുന്നു, ദൈവമായിരുന്നു, പരിപാലകനായിരുന്നു. ദൈവം എന്ന നിലയിൽ സകലത്തെയും ഭരിക്കുന്നതിന്, ന്യായം വിധിക്കുന്നതിനുമുള്ള അധികാരവും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ശരി. അതെല്ലാം പ്രീ എമിനന്റ്ലി ജീസസ് വാസ് ഹോൾഡിങ്. അവയെല്ലാം യേശു ക്രിസ്തുവിന്റെ പൂർവ ആസ്തികത നിമിത്തം കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, ജഡധാരണം, റിവീലിംഗ് ഗാഡ് ഇൻ ഫുൾനെസ്, ദൈവത്തെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തിയത്, അറ്റോൺമെന്റ്, പാപപരിഹാരം വരുത്തിയത്, റിസറക്ഷൻ, ഉയർത്തെഴുന്നേറ്റത്, ഹൈപ്രീസ്റ്റ്ലി മിനിസ്ട്രി, മഹാപുരോഹിത ശുശ്രൂഷ, ഈ 5 കാര്യങ്ങൾ എക്സ്ക്ലൂസീവായി, വളരെ കൃത്യമായിട്ട് യേശുവിൻ്റെ മനുഷ്യ ജനനത്തിന് ശേഷം മാത്രമാണ് ക്രിസ്തുവിന് ലഭിച്ചത്. അതിനു മുമ്പ് ഈ കാര്യങ്ങൾ അവകാശപ്പെടാൻ കർത്താവിന് കഴിയില്ലായിരുന്നു. മനസ്സിലായല്ലോ? തെറ്റിദ്ധാരണയ്ക്ക് വകയില്ലല്ലോ. സ്തോത്രം. വ്യക്തമാക്കണമെങ്കിൽ ചോദിക്കണേ. അങ്ങനെയാവുമ്പോൾ പിതാവിനേക്കാൾ പുത്രന് സവിശേഷതകൾ കൂടുതലാവുമോ? പാപപരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചത് പിതാവല്ല, പുത്രൻ തന്നെയാ. അത് പുത്രന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് പിതാവല്ല, പുത്രൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ജഡാവതാരം ധരിക്കുന്നതിന് മുമ്പേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ നിലവാരത്തിലുള്ളവരല്ലായിരുന്നോ? പണ്ടുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാ. അല്ല, അപ്പൊ യേശു ക്രിസ്തു അഡീഷണൽ ആയിട്ട് ഈ ചെയ്തപ്പോ യേശു തീർച്ചയായിട്ടും ഗോഡ് മാൻ എന്ന് പറയാൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. പിതാവിന് ഗോഡ് മാൻ എന്ന് വിളിക്കപ്പെടാൻ പിതാവിലും പരിശുദ്ധാത്മാവിലും മനുഷ്യത്വം ഇല്ല. യേശുക്രിസ്തുവിൽ മാത്രമേ, പുത്രനിൽ മാത്രമേ മനുഷ്യത്വം ഉള്ളൂ. അത് പുത്രന്റെ വിശേഷതയാ. പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പുത്രന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നുള്ളതില് ഇത് എക്സ്ട്രാ ഇതാണ് യേശുക്രിസ്തുവിനുള്ളത് അല്ലേ? അല്ല, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡാ ഇത്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ വരുന്ന കാര്യം. ഇത് മനുഷ്യത്വത്തിലെ കാര്യമാണ്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് മൂവർക്കും ഒരുപോലെ തന്നെയാണ്. ദൈവീക സ്വഭാവങ്ങൾ, ദൈവീക ഗുണഗണങ്ങൾ, അത് അനാദികാലം മുതൽ അനന്തകാലം വരെ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒരുപോലെ തന്നെ. നമ്മൾ ത്രിയേകത്വത്തെപ്പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം ആവർത്തിച്ചോട്ടെ ഈ സന്ദർഭത്തിൽ. When Jesus took the flesh, സാധാരണ ഭാഷയിൽ in his incarnation, it was not subtraction of his deity, but addition of humanity. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളത് പറയാറുണ്ട്. യേശുക്രിസ്തു ജഡമെടുത്തു എന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ന്യൂനത അല്ലെങ്കിൽ ദൈവത്വത്തെ മൈനസ് ചെയ്തതല്ല, സബ്സ്ട്രാക്ട് ചെയ്തതല്ല, കുറച്ചു കളഞ്ഞതല്ല, നീക്കിക്കളഞ്ഞതല്ല. പകരം പണ്ടുണ്ടായിരുന്ന ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയോടെ an addition of humanity, മനുഷ്യത്വത്തെയും കൂടെ പുതുതായി ചേർത്തു വെച്ചതാണ്. അപ്പോൾ മനുഷ്യനായിട്ട് പിറന്നത്, ജഡം ധരിച്ചത് പിതാവുമല്ല പരിശുദ്ധാത്മാവുമല്ല.
അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പല വേദ പഠിതാക്കളും വിളിക്കുന്നത് ഗോഡ് മാൻ. ഗോഡ് മാൻ, മനുഷ്യനായ യേശു ക്രിസ്തു. 1 തിമോഥെയോസ് 2 അധ്യായത്തിന്റെ 4 വാക്യത്തിലും പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. ദൈവം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ. അതെ, ആ മുഴുവൻ വാചകം വേണം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു. സ്തോത്രം. മനുഷ്യനായ ക്രിസ്തുയേശു, മനുഷ്യനായ ക്രിസ്തുയേശു. അപ്പോൾ യേശു ക്രിസ്തുവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നത്. പിതാവിനും ഒക്കത്തില്ല, പരിശുദ്ധാത്മാവിനും പറ്റത്തില്ല. മനുഷ്യനായ പിതാവ് എന്ന് പറയാൻ ഒക്കത്തില്ല, മനുഷ്യനായ പരിശുദ്ധാത്മാവെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അവർ രണ്ടുപേരും മനുഷ്യത്വം സ്വീകരിച്ചിട്ടില്ല, പുത്രൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പുത്രൻ നമ്മുടെ രക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്നത്. യേശു എന്ന പേരിന്റെ തന്നെ അർത്ഥം അതാണല്ലോ. യേശുവാ, യേശുവാ, യഹോവ, യാഹുവേ സേവ്സ്. യഹോവ രക്ഷിക്കുന്നു എന്നാണ് യേശു എന്ന പേരിന്റെ അർത്ഥം. യേശുവ എന്നാണ് എബ്രായ പദം, എബ്രായ നാമം. യഹോവ രക്ഷിക്കുന്നു. യോശുവ എന്നതും യേശുവിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്. ജോഷുവ, ജഹോഷുവ. ജഹോഷുവയുടെ ചുരുക്കെഴുത്താണ് ജോഷുവ. യാഹുവേ സേവ്സ്. അപ്പോൾ യേശുക്രിസ്തുവിന് മാത്രമേ അത് അവകാശപ്പെടാൻ പറ്റുള്ളൂ. നിത്യതയിലെത്തുമ്പോഴും മനുഷ്യത്വത്തോടുകൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിനെ മാത്രമാണ്. അത് പിതാവിനെയോ പരിശുദ്ധാത്മാവിനെയോ ക്രിസ്തുവിൽ നിന്ന് താണവരാക്കുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും കുറഞ്ഞവനുമാക്കുന്നില്ല. ക്രിസ്തുവിൽ ഈ രണ്ട് ആളത്വങ്ങളും, ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നു. മനുഷ്യനായ ക്രിസ്തു, അത് ക്രിസ്തുവിന് മാത്രം, പുത്രന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും യോഹന്നാൻ 5 അധ്യായത്തിൽ നിന്ന് വായിച്ചത് 22, 23, 27 വാക്യങ്ങളിൽ നിന്ന്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിക്കുള്ള അധികാരം പിതാവ് അവന് നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനാകയാൽ. സ്തോത്രം. യേശുക്രിസ്തു മനുഷ്യപുത്രനായതുകൊണ്ടാണ്, മനുഷ്യപുത്രൻ എന്നത് രണ്ടർത്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യേശുവിൻ്റെ മശിഹൈക പേരാണ്, മെസ്സിയാനിക് ടൈറ്റിലായിട്ട് മനുഷ്യപുത്രൻ എന്നത് ഉപയോഗിക്കുന്നുണ്ട്. 2, യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കാൻ വേണ്ടി. ഈ രണ്ടർത്ഥങ്ങളിലും മനുഷ്യപുത്രൻ എന്ന ആ നാമം, ആ ടൈറ്റിൽ, ആ സ്ഥാനപ്പേരെന്ന് പറയാം, നമ്മൾ മനസ്സിലാക്കണം. മശിഹ ആണ് എന്നതിനും മനുഷ്യനാണ് എന്നതിനും വേണ്ടിയിട്ട് ആ നാമം അല്ലെങ്കിൽ ആ സ്ഥാനപ്പേര് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശു മനുഷ്യപുത്രനായതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ പ്രായശ്ചിത്തമാകാൻ കഴിഞ്ഞത്. ദൈവത്തിന് ക്രൂശിൽ മരിക്കാൻ ഒക്കത്തില്ല, ക്രൂശിലെന്നല്ല ഒരു തരത്തിലും. ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാൻ ഒക്കത്തില്ല. ഇനി എങ്ങനെയെങ്കിലും ആയാൽ പോലും ദൈവത്തിൻ്റെ പ്രായശ്ചിത്തം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് പര്യാപ്തവുമല്ല. ദൈവം തന്നെ വെച്ചിട്ടുള്ള നിയമമാണ് അത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 5 അധ്യായം പഠിച്ചപ്പോൾ പഠിച്ചതാണ്.
ഭൂമി ജന്മം വിൽക്കരുത്. ലേവ്യ 25-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ അതിൻ്റെ തത്വം, ദ കോഡ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ നിയമം നമ്മൾ അവിടെ നിന്ന് ഒന്ന് പഠിച്ചു. ആവർത്തിക്കേണ്ടതില്ലല്ലോ. മനസ്സിലായോ? സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി വന്നില്ലായിരുന്നെങ്കിൽ, മനുഷ്യത്വം എടുത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യനല്ലായിരുന്നെങ്കിൽ, ക്രിസ്തുവിന് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയില്ലായിരുന്നു. ക്രിസ്തു മനുഷ്യനല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ക്രിസ്തു മനുഷ്യനായതുകൊണ്ടാണ് ന്യായവിധിക്കുള്ള അധികാരവും നൽകപ്പെട്ടിരിക്കുന്നത്. ഭരിക്കുവാനും ദൈവം എന്ന നിലയിലല്ല യേശു ഭരിക്കാൻ പോകുന്നത്, മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെയാണ്. അപ്പം ഇതെല്ലാം ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന, ക്രിസ്തുവിന് മാത്രമുള്ള കാര്യങ്ങൾ. വ്യക്തമാണോ? വേറെ എന്തെങ്കിലും? ഭരിക്കുക എന്ന് പറഞ്ഞപ്പോൾ 1000 ആണ്ട് കാലം തൊട്ട് മുൻപോട്ടുള്ള ഭരണമാണോ, അതോ 1000 ആണ്ട് കാലത്തേക്ക് മാത്രമുള്ള ഭരണം? എല്ലാം തുടങ്ങുന്നത് 1000 ആണ്ടിലാണ്, ഈ ഭൂമിയിൽ തന്നെ. ക്രിസ്തു നിത്യരാജാവ. ദൈവമെന്ന നിലയിൽ ത്രിയേക ദൈവം രാജാവ് തന്നെ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി പുത്രൻ, മനുഷ്യപുത്രൻ എന്ന നിലയിലും കൂടുതൽ അതിന് അർഹനായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് കാണുന്നത്. 1-ന്റെ 8-ാമത്തെ വാക്യം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സ്തോത്രം. പിതാവ് തന്നെ പുത്രനോട് പറയുന്ന കാര്യങ്ങളാ. സ്തോത്രം. 2-ാം സങ്കീർത്തനത്തിൽ ഇത് നമുക്ക് മനഃപാഠമാണ്. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. സ്തോത്രം. വാഴിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. സഖ്യകക്ഷിയാണ്, എന്നാൽ പ്രധാന കക്ഷി BJP. BJP ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി BJP ആണെങ്കിലും, ആ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ ഒരു അംഗമാണ് ഭരിക്കുന്നത്. ഒരംഗം. അപ്പം ഈ പാർട്ടിക്ക്, അല്ലെങ്കിൽ RSSന്റെ ബാക്കപ്പിലാണ് BJP ഭരിക്കുന്നത്. പക്ഷേ RSSന്റെ നേതാവല്ല, അതിൻ്റെ അധ്യക്ഷനല്ല ഗവൺമെന്റിലിരിക്കുന്നത്. എന്നാൽ ഇവരൊക്കെയാണ് ഇവരെ നിയമിക്കുന്നത്. ശരി, പറ്റിയ ഉദാഹരണം അല്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു തന്നുള്ളൂ. പിതാവായ ദൈവമാണ് പുത്രനെ
രാജാവായിട്ട് നിയമിച്ചിരിക്കുന്നത്. ക്രിസ്തു ഭരണം നടത്തുന്നത് കൊണ്ട് പിതാവിനേക്കാൾ വലിയവനാകുന്നില്ല. അപ്പോൾ ക്രിസ്തുവിനോട് പറയുന്ന, പുത്രനോട് പറയുന്ന കാര്യമാണ് 2-ാം സങ്കീർത്തനത്തിൽ ഉള്ളത്. ഇവിടെയും 8-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ക്രിസ്തുവിന്റെ രാജത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം എന്താണ്? ക്രിസ്തുവിന്റെ മനുഷ്യത്വം. വ്യക്തമാണോ? ഇവര് പരസ്പരവും ദൈവമെന്ന് സംബോധന ചെയ്യുക നേരം. ദൈവമായതുകൊണ്ട് പരസ്പരമായാലും ദൈവമെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പിതാവേ എന്ന് വിളിക്കും, പുത്ര എന്ന് വിളിക്കും. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവ് എന്ന് വിളിക്കും 110-ാം സങ്കീർത്തനത്തിൽ. യഹോവയായ കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പം ദൈവമായതുകൊണ്ട് ദൈവം എന്ന് വിളിക്കുന്നു. മൂവരും ദൈവമാ, ദൈവങ്ങളല്ലല്ലോ, ദൈവം. താങ്ക് യു. ഇത് നമ്മുടെ ഈ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാകാത്തതാ ഈ തൃത്വം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാ പുത്രനാണോ വലുത്, പ്രാവാണോ വലുത് എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലെ ചിന്താഗതി ആരാ വലുതെന്നുള്ളതാ. ശിഷ്യന്മാർക്കിടയിലും ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് മാനുഷികമാണ്. മാനുഷികമാണ്. ഒരു ഓഫീസിൽ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മാനുഷികമാണ്, ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും പറഞ്ഞത്. അപ്പോൾ തന്നെ സാധാരണപ്പെട്ട ആൾക്കാർ ചോദിക്കും, അപ്പോൾ BJP പ്രസിഡന്റ് ആയിരിക്കുമോ വലുത്, അതോ പ്രധാനമന്ത്രി ആയിരിക്കുമോ വലുത്? നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അത്തരം ഒരു ചിന്തയാണ്, മാനുഷികമായ ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ആ വലിപ്പച്ചെറുപ്പത്തെക്കുറിച്ച്. ദൈവത്തിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പം ഒരു കാര്യത്തിലും ഇല്ല. ഫങ്ഷണൽ ഡിഫറൻസ് എന്ന് നമ്മൾ എന്നും പറയുന്നത് പോലെ ആ ദൗത്യ നിർവഹണത്തിലെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പുത്രൻ നമ്മെ വീണ്ടെടുത്തു, വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു. അത് പരിശുദ്ധാത്മാവിനോ പിതാവിനോ കൊടുക്കാൻ കഴിഞ്ഞില്ല, പുത്രനാണത് ചെയ്തത്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ അവർ ഒരുമിച്ചെടുത്ത തീരുമാനവും ഒക്കെയാണ്. ഒരു ഉച്ചനീചത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഒന്നും അതിലില്ല. ഇപ്പൊ ദൈവം എന്ന പ്രപഞ്ചത്തിൽ തന്നെ ഉൾക്കൊള്ളാത്ത, അഖിലാണ്ടത്തിന് അടക്കാൻ കഴിയാത്ത ആ വലിയ ആളത്വത്തെ നമ്മുടെ പരിമിതമായ ചിന്തയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലതും ഇതിന് പുറത്ത് കിടക്കും. എങ്കിലും കർത്താവ് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നല്ലോ. സ്തോത്രം. ഇപ്പൊ ദൈവാത്മാവിന്റെ സഹായത്താലാണ് നമുക്കിതൊക്കെ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇതുവരെ ഉള്ളതിൽ മറ്റൊന്നും ഇല്ലല്ലോ. സ്തോത്രം.
അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം ആണ് ക്രിസ്തുവിനെ മാനവകുലത്തിൻ്റെ രക്ഷകനാക്കിയത്. എന്ന് വെച്ചാൽ പ്രായശ്ചിത്ത മരണം വരിപ്പാൻ ക്രിസ്തുവിനെ സഹായിച്ചത്. ഇന്നും നമ്മുടെ മഹാപുരോഹിതനായിരിക്കാൻ ക്രിസ്തുവിന് സാധിക്കുന്നത് ഒക്കെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിമിത്തമാണ്, ജഡധാരണം നിമിത്തമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ സഹായിപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ലല്ലോ നമുക്കുള്ളത്. സ്തോത്രം. നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലും അങ്ങനെ തന്നെ നാം കാണുന്നു. സ്തോത്രം. താൻ തന്നെ പരീക്ഷിതനായി അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങളും കൂടെ ചേർത്ത് വായിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. സ്തോത്രം. കണ്ടോ 17-ാമത്തെ വാക്യം പറഞ്ഞത്, യേശുക്രിസ്തുവിന് സകലത്തിലും നമ്മോട് തുല്യനാകുവാൻ ആവശ്യമായിരുന്നു. നിർബന്ധമായും അങ്ങനെ തന്നെ വേണമായിരുന്നു. അങ്ങനെ ക്രിസ്തു മാത്രമേ ആയി തീർന്നിട്ടുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഏവർക്കും സഹായം ചെയ്യുവാനും അവൻ കഴിവുള്ളവൻ ആകുന്നു. ഇപ്പം നമ്മുടെ മാനസികമായ, ബൗദ്ധികമായ, വൈകാരികമായ അവസ്ഥകളെ ഒക്കെ അറിയാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. വീണ്ടും ഓർക്കണേ, in his omniscience he was able to sense all these things even before his human birth. ക്രിസ്തുവിൻ്റെ മനുഷ്യ പിറവിക്ക് മുമ്പ് തന്നെ യേശുക്രിസ്തു ദൈവം എന്ന നിലയിൽ തൻ്റെ സർവജ്ഞാനത്തിൽ നമ്മുടെ വേദനകളെയും കഷ്ടങ്ങളെയും ആവശ്യങ്ങളെയും വികാര വിചാരങ്ങളെയും ഒക്കെ അറിയുന്നവനായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി യേശു ജഡമെടുത്തു വന്നതുകൊണ്ട് അവയെല്ലാം അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? In his omniscience he was able to know all these things, even as the Father and the Holy Spirit know them. But in addition, Christ knows our feelings. He knows our pains, our temptations, our struggles, everything, our emotions. Everything he knows, not only in his omniscience, but even in and through personal experience. അതാണ് യേശുവിനെ നമ്മുടെ മഹാപുരോഹിതനാക്കുന്നത്. സർവജ്ഞാനത്തിൽ മാത്രം നമ്മുടെ കാര്യങ്ങളെയും അവസ്ഥകളെയും അറിയുന്നവനല്ല. പകരം നമ്മെപ്പോലെ അവയെല്ലാം താൻ തന്നെ അനുഭവിച്ച് അറിയുന്നു. അനുഭവജ്ഞാനമാണ് സർവജ്ഞാനത്തോടൊപ്പം യേശുവിന് ഇപ്പോൾ ഉള്ളത്, നമ്മെക്കുറിച്ച്, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് he sympathizes with us.
അവൻ നമ്മുടെ കഷ്ടതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ്. സ്തോത്രം. നമ്മളും ചിലപ്പോഴൊക്കെ പറയത്തില്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലുമൊക്കെ മരണം നടക്കുമ്പോൾ നമ്മൾ ആ പ്രിയപ്പെട്ടവരോട് പറയും, ബ്രദറെ, സിസ്റ്ററെ, അച്ചായ, ഞാനും അനുഭവിച്ചതാ. എൻ്റെയും വൈഫിന്, എൻ്റെയും ഹസ്ബൻഡിന്, എൻ്റെയും മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങൾ പറയാതെ എനിക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞ് പരീക്ഷയിൽ തോറ്റു. ആ മാതാപിതാക്കൾ, ആ തോറ്റ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് ഇതുവരെ തോറ്റിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ ആശ്വാസകരമായ കാര്യം, ബ്രദറെ, സിസ്റ്ററെ, എൻ്റെ മോനും തോറ്റായിരുന്നു കേട്ടോ, വളരെ പ്രതീക്ഷയോടെ. അവൻ്റെയും അല്ലെങ്കിൽ അവിടെയും റിസൾട്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് അതുകൊണ്ട് ബ്രദറിൻ്റെ ഫീലിങ്സ് അറിയാൻ പറ്റും. പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ പരസ്പരം ഈ കാര്യം പറയാറും ചെയ്യാറുമുണ്ടല്ലോ. അതുപോലെ നാം ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയാലും കർത്താവ് അപ്പോഴൊക്കെ നമ്മുടെ തോളിൽ തട്ടി നമ്മെ തലോടിക്കൊണ്ട്, ചിലപ്പോൾ നമ്മുടെ മുഖത്ത് ഒന്ന് സ്പർശിച്ച്, ചിലപ്പോൾ കൈക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് നമ്മോട് പറയുന്നത്, മോനെ, മോളെ, ഐ നോ, എനിക്കറിയാം, ഐ ബീൻ ത്രൂ, ഞാനും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ ആളാ, എനിക്കറിയാം, ഐ നോ. എനിക്കറിയാമെന്ന് പറയുന്ന ആ വാക്ക് തന്നെ എത്ര ആശ്വാസകരമാണ് നമുക്കല്ലേ. സ്തോത്രം. അപ്പോൾ അത് യേശുക്രിസ്തുവിനെ തൻ്റെ സർവജ്ഞാനത്തോടൊപ്പം, ഒംനീഷ്യൻസിനോടൊപ്പം നമ്മുടെ മഹാപുരോഹിതനാകാൻ സഹായിക്കുന്നു. ഓൾസോ he rose again from the dead. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പ്, അതിനോട് ചേർത്ത് ക്രൂശുമരണവും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്തതായി പറയാം. ആ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുക്രിസ്തുവിൻ്റെ സർവശക്തിയോടൊപ്പം നമ്മെ സഹായിക്കാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കുന്നു. ഈവൻ ബിഫോർ ഹിസ് ഇൻകാർണേഷൻ ആൻഡ് റിസറക്ഷൻ, ജീസസ് വാസ് ഓൾ പവർഫുൾ, omnipotent. He could do anything and everything. യേശുവിൻ്റെ മനുഷ്യപ്പിറവിക്ക് മുമ്പ് തന്നെ യേശു സകലവും ചെയ്യാൻ സർവശക്തനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആ സർവശക്തിയോടൊപ്പം ക്രിസ്തുവിന് പ്രായോഗികമായ അധികാരവും ശക്തിയും കൂടെ നൽകിയിരിക്കുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അല്പം കൂടെ വിശദീകരിക്കേണ്ടതായിട്ട് വരാം. അതിനുടെ അടുത്തൊന്നും കൂടെ പറയാം. ആസ് omnipotent God, Jesus had a full authority over Satan and all his powers. But because he died on the cross, because he made propitiation for human sins, Jesus disarmed all evil powers on the cross.
in addition to his omnipotence and his divine sovereignty. Got it? യേശു ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന നിലയിൽ സകല പൈശാചിക ശക്തികൾക്കും മീതെ അധികാരവും ശക്തിയും ഉള്ളവനായിരുന്നു. തൻ്റെ സോവറിറ്റി, പരമാധികാരി എന്ന നിലയിൽ തൻ്റെ പരമാധികാരവും സർവാധികാരവും സർവശക്തിയും മൂലം മനുഷ്യജന്മത്തിനും മുമ്പേ, ക്രൂശ് മരണത്തിനും മുമ്പേ, ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പേ തന്നെ ഇവയുടെ മേലൊക്കെ യേശുവിന് അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇൻ അഡീഷൻ, അതിനോട് ചേർത്ത് വെക്കാൻ, അത് കൂടാതെ ജീസസ് ഗോട്ട് എ ലീഗൽ റൈറ്റ് and could therefore exercise a legal power and authority because he died on the cross, made propitiation for human sins. He disarmed all powers, principalities, and everything. യേശു ക്രിസ്തുവിൻ്റെ സർവാധിപത്യം അഥവാ പരമാധിപത്യം, ദൈവമെന്ന നിലയിൽ, അതുപോലെ സർവശക്തി, ഇവ നിമിത്തം ഉണ്ടായിരുന്ന ശക്തിയെയും അധികാരത്തെയും കൂടാതെ പ്രായോഗികവും നിയമപരവുമായ ശക്തിയും അധികാരവും കൂടെ ക്രിസ്തു നേടിയെടുത്തു. എങ്ങനെ? താൻ ക്രൂശിൽ മരിച്ച് പാപത്തിന് പ്രായശ്ചിത്തം അഥവാ പരിഹാരം വരുത്തി നിയമപരമായി സാത്താനെയും ശക്തികളെയും സകല ആയുധവർഗവും വെപ്പിച്ച് കീഴടക്കി. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടിൽ ഒരു സ്റ്റാൻസ നമ്മൾ പാടാറുണ്ട്. വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വയ്പ്പിച്ച നാമം. സ്തോത്രം. എബ്രായ ലേഖനം 2:14-15 ലേഖകൻ പറയുന്നു, യേശു തൻ്റെ മരണത്താൽ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി. തൻ്റെ മരണത്താൽ നീക്കി. മരിക്കാതെ തന്നെ യേശുവിന് സാത്താനെ നിരായുധീകരിക്കാൻ ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ യേശു ദൈവം എന്ന നിലയിലല്ല സാത്താനെ നിരായുധീകരിച്ചത്, ഡിസാം ചെയ്തത്. പകരം മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനു വേണ്ടി അവനെ സാത്താന്റെ അടിമത്വത്തിലേക്ക് തള്ളിവിട്ട പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ടായിരുന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലും നാം അത് തന്നെ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ എടുത്തോ. ആ വാക്യം പറഞ്ഞുകൊണ്ടാ ഞാൻ ഇന്ന് നിങ്ങളെ വന്ദനം ചെയ്തത്. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന നിലയിൽ സാത്താനെ തോൽപ്പിക്കാൻ, അവന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന മാനവജാതിയെ വിടുവിക്കാൻ ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ യേശു അത് ഉപയോഗിച്ചല്ല വാഴ്ചകളെയും അധികാരങ്ങളെയും മാറ്റിയത്, നിരായുധീകരിച്ചത്, തോൽപ്പിച്ചത്.
പരസ്യ കാഴ്ചയാക്കിയത്. മനുഷ്യത്വത്തില, ക്രൂശുമരണത്താല. സ്തോത്രം. ക്രൂശുമരണത്താല. ഒന്ന് പത്രോസ് 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. Who 21-22 വായിച്ചാൽ മതി മലയാളത്തിൽ. 21-22. 1 Peter 3, last 2 verses. And this water symbolizes baptism that now saves you also, not the removal of dirt from the body, but the pledge of a good conscience towards God. It saves you by the resurrection of Jesus Christ, who has gone into heaven and is at God's right hand with angels, authorities, powers in submission to him. Praise God. So Christ's death on the cross, making propitiation for human sins, having finished our redemptive work, he got resurrected and was ascended, which made Christ superior to the angels. As it is said, all the angels and authorities are in complete subjection to him. സർവശക്തനായ ദൈവമെന്ന നിലയിൽ യേശുക്രിസ്തുവിന് ഇവയുടെ എല്ലാമേൽ അധികാരമുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ആ അധികാരം ഉപയോഗിച്ചല്ല കർത്താവ് സാത്താനെ ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കിയത്. പിന്നെങ്ങനെയാ? നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ അനുസരിച്ച് മനുഷ്യനായിട്ട് വന്ന് മനുഷ്യർക്കു വേണ്ടി തന്നെ താൻ ക്രൂശിൽ അർപ്പിച്ചു. എന്നിട്ടോ ഉയർത്തെഴുന്നേറ്റു. പിന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അവൻ സ്വർഗത്തിലേക്ക് പോയി ഉയർത്തെഴുന്നേറ്റു, അഥവാ നമ്മൾ വായിക്കുന്നു പുനരുത്ഥാനം ചെയ്തു. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി. പിന്നെ നാം അവിടെ കാണുന്നു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് പാപപരിഹാരം വരുത്തി ക്രൂശുമരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതിനാൽ, അടുത്ത വാചകം എന്താണ്? ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ യേശു തൻ്റെ ദൈവത്വത്തിലല്ല, ദൈവത്വത്തിൽ അധികാരം ഉണ്ടായിരുന്നിട്ടും അതല്ല ക്രിസ്തു ഉപയോഗിച്ചത്, തന്റെ മനുഷ്യത്വം. അത് വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വിശുദ്ധ ദൂതന്മാരായാലും വീണുപോയ ദൂതന്മാരായാലും ഇത് നിമിത്തം യേശുക്രിസ്തുവിന് പൂർണ്ണമായും വിധേയപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം. യേശു ദൈവമെന്ന നിലയിൽ എല്ലാവരെയും ന്യായം വിധിപ്പാൻ അധികാരമുള്ളവന്. As being God, Jesus had the authority, sovereignty, omnipotence to judge
everyone and anyone. ദൂതന്മാരെ ആയാലും മനുഷ്യരെ ആയാലും. പക്ഷേ യേശുക്രിസ്തു ഇനി ന്യായം വിധിക്കുന്നത് ഈ ദൈവം എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല. സ്തോത്രം. 2 തിമോത്തിയോസ് 4:1 വാക്യം. 2 Timothy 4:1. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച്. കണ്ടോ? യേശുക്രിസ്തുവിനെ ഇവിടെ വിളിക്കുന്നത് എന്താ? ജീവികൾക്കും. ജീവികൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ജീവികൾ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ചിലർക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. ഈച്ചയും പൂച്ചയും പാമ്പിനെ എലിയൊന്നും അല്ല ജീവികൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ജീവിച്ചിരിക്കുന്നവരെ എന്ന, ദ ലിവിങ് എന്ന. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ യേശുവിന് അധികാരമുണ്ട്. എങ്ങനെ? ദൈവമെന്ന നിലയിലുള്ള പരമാധികാരമല്ല ഉപയോഗിക്കുന്നത്. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ. സ്തോത്രം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ. 1 പത്രോസ് തന്നെ 4:5, 1 Peter 4:5. But they will have to give account to him who is ready to judge the living and the dead. അവിടെയും നാം കാണുന്നത്, സ്തോത്രം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോസ്തലപ്രവൃത്തികൾ 10:42 കൂടെ. Acts 10:42. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന ജനത്തോട് പ്രസംഗിച്ചു. സ്തോത്രം. നിയമിക്കപ്പെട്ടവൻ. കണ്ടോ? നിയമിക്കപ്പെട്ടവൻ. സ്തോത്രം. അത് യേശുവിന്റെ ദൈവത്വത്തിലല്ല, തന്റെ മനുഷ്യത്വം നിമിത്തം നിയമിതനായതാണ്. എന്തുകൊണ്ട്? മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുകൊണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ പിതാവോ പരിശുദ്ധാത്മാവോ മരണം ആസ്വദിച്ചില്ല. Neither the Father nor the Holy Spirit tasted death. എബ്രായർ 2:9 വാക്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. എടുത്തെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ചു. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. മരണം അനുഭവിച്ചതുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട്. He tasted death for all and he experienced, went through death. സ്തോത്രം. അതുകൊണ്ട് ബഹുമാനവും മഹത്വവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. അതുതന്നെയാണ് നമ്മളിപ്പോൾ എബ്രായർ 1:4 വാക്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. എന്തുവാ? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് യോഗ്യനായി തീർന്നു. ഹാവിങ് ബിക്കം എന്ന് നമ്മൾ വായിച്ചിരുന്നല്ലോ. ഹാവിങ് ബിക്കം. അവൻ ശ്രേഷ്ഠനായി തീർന്നു. എങ്ങനെ? അത് തന്നെയാണ് യേശുക്രിസ്തു
മത്തായി 28:18 പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എഗെയിൻ, നൽകപ്പെട്ടിരിക്കുന്നു. എബ്രായർ 2:9 നമ്മൾ വായിച്ചു, അവൻ മഹത്വം അണിഞ്ഞവനായി കാണുന്നു. ഇതെല്ലാം ഒരേ വിഷയമാണ്. അപ്പോൾ ദൈവം എന്ന നിലയിൽ സർവജ്ഞാനിയായും സർവശക്തനായും സർവത്തിൻ്റെയും അധികാരി, പരമാധികാരിയായും ഇവയെല്ലാം ക്രിസ്തുവിന് ചെയ്യാമായിരുന്നു. എന്നാൽ ആ പരമാധികാരത്തിലല്ല യേശു ഇത് ചെയ്തത്, തൻ്റെ മനുഷ്യത്വത്തിൽ. സ്തോത്രം. അങ്ങനെ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി. ദൂതന്മാരും വാഴ്ചകളും അധികാരങ്ങളും എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. സകലത്തിന്റെ മേലും പിതാവ് അവനെ അധികാരി ആക്കി വെച്ചു. ആ പ്രയോഗങ്ങൾ വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുവരെ ഉള്ളതിൽ? സ്തോത്രം. അല്ല, ഇതുകൊണ്ടാണ് ഈ യേശുവിന്റെ നാമക്കാര് അതിനെ തന്നെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഇതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഈ വണ്ണസ് ആണ് അവരുടെ ഇത്. പഴയ നിയമത്തിൽ അതായത് 3 വ്യക്തികളായി ദൈവത്തെ കാണുന്നില്ല. ഏക ദൈവമെന്ന് പറയുമ്പോൾ അവര് സ്ട്രിക്റ്റ് മോണോത്തീസം എന്ന് പറയും. നമ്മള് 1 ബീയിങ് ആൻഡ് 3 പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഏക ദൈവത്വവും ആ ദൈവത്വത്തിൽ 3 വ്യക്തികളും എന്ന് നമ്മൾ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഏകദൈവമേ ഉള്ളൂ. പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്, പക്ഷെ 3 പേരും ഒന്നാണ്. ഇപ്പൊ ജോയിക്കുട്ടിച്ചാൻ ഓമനമ്മാമയ്ക്ക് ഭർത്താവ്, ബാബു അങ്കിളിന് അനിയൻ, മക്കൾക്ക് പപ്പ. ഒറ്റ വ്യക്തിയാ. 3 പേര് 3 പേരിൽ, അല്ലെങ്കിൽ 3 കൂട്ടർ 3 പേരുകളിൽ വിളിക്കുന്നേ ഉള്ളൂ. ആളൊന്ന് തന്നെ. ഈ വണ്ണസ് ആണ് അവർ പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ആശയമല്ല. അത് തെറ്റാ. അത് വേദപുസ്തകം പറയുന്നില്ല. 3 പേരെ നമുക്ക് വ്യക്തമായി കാണാം. പുത്രൻ യോർദാനിൽ മുങ്ങി സ്നാനമേറ്റു പൊങ്ങി. പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവു പോലെ വരുന്നു. യേശുക്രിസ്തു പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവർ പറയുന്നു ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറയുന്നത് യേശുനാമമാണ്. ഇങ്ങനെയാണ് അവരെ വണ്ണസിലാണ് അതുകൊണ്ട് നിർത്തുന്നത്. അത് വേദപുസ്തക പ്രകാരം തെറ്റാണ്. സ്തോത്രം. ഓക്കെ അലിസാൻഡി, ഞാനും നിർത്തുക. എൻ്റെ ഈ മീറ്റിംഗ് ഇവിടെ തുടങ്ങി. പ്രൈസ് ഗാഡ്. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഈ കർത്താവിനെ നമുക്ക് അറിയാൻ, നമ്മുടെ സ്വന്തമായി ലഭിപ്പാൻ ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.